അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് 10/1/2023 നടന്ന SSC GD എക്സാമിൻ്റെ മാത്സ് കംപ്ലീറ്റ് സൊല്യൂഷൻസാണ്. അരിത്തമെറ്റിക് ടോപ്പിക്കിലെ 20 ക്വസ്റ്റ്യൻസും നമ്മളിവിടെ പറയുന്നുണ്ട്. അപ്പോൾ എന്താ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. അപ്പോൾ എന്താ പറഞ്ഞിരിക്കുന്നത്, എയും ബിയും എന്താണ് 10 ദിവസം 15 ദിവസം കൊണ്ട് ഒരേ പണി ചെയ്യും. അങ്ങനെയാണെങ്കിൽ ബി ആദ്യം 3 ദിവസം വർക്ക് ചെയ്തു, അത് കഴിഞ്ഞ് ഇട്ടിട്ട് പോയി. അങ്ങനെയാണെങ്കിൽ എ എത്ര ദിവസം കൊണ്ട് റിമൈനിങ് വർക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്നതാണ് ചോദിച്ചേക്കുന്നത്. അപ്പം എ എത്ര ദിവസം കൊണ്ടാണ് ചെയ്യുന്നത്? 10 ദിവസം കൊണ്ട് ചെയ്യും. ബി എത്ര ദിവസം കൊണ്ടാണ് ചെയ്യുന്നത്? അത് ജോലി 15 ദിവസം കൊണ്ട് ചെയ്യും. ഇത് LCM എടുക്കുമ്പോൾ എന്താ ടോട്ടൽ വർക്ക് കിട്ടുന്നത്? LCM എന്ന് പറയുന്നത് 30 വരുന്നത്. അപ്പം എഫിഷ്യൻസി ഓഫ് എ എത്രയാണ്? ഈ 30 ഡിവൈഡ് ബൈ 10 ചെയ്യുമ്പോൾ 3 വരുന്നത്. ഇനി എഫിഷ്യൻസി ഓഫ് ബി എത്രയാണ്? 30 ഡിവൈഡ് ബൈ 15 ചെയ്യണം, അപ്പോൾ 2 വരുന്നത്. ഇനി ഈ 2 എഫിഷ്യൻസി ഉള്ള ആൾ എത്രയാണ്? 3 ദിവസം വർക്ക് ചെയ്തു. അപ്പം 3 2 6 ദിവസത്തെ 6 ദിവസത്തെ പണി കഴിഞ്ഞു. അതായത് 30 ദിവസത്തിൽ 6 ദിവസത്തെ പണി ബി ഒറ്റയ്ക്ക് നിന്ന് പണിതു. ബാക്കി എത്ര? 24 ഉള്ളൂ. ആ 24 ഇനി ആര് തന്നെ ചെയ്യണം? ഈ 3 എഫിഷ്യൻസിയുള്ള എ തന്നെ നിന്ന് പണിയണം. അപ്പോൾ 24 ബൈ 3 ചെയ്യുമ്പോൾ എത്രയാണ്? 8 ആൻസർ വരും. ഇത്രേ ഉള്ളൂ ആൻസർ. 8 ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. ഇനി എന്താ, നമുക്ക് രണ്ടാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഇനി ഇവിടെ ഈ ക്വസ്റ്റ്യൻ എന്താ തന്നേക്കുന്നത്? ഒരു നമ്പറിൻ്റെ HCFും LCMും തന്നിട്ടുണ്ട്. എത്ര? 8 40. എങ്ങനെയാണെങ്കിൽ ആ നമ്പേഴ്സിൻ്റെ പ്രോഡക്റ്റ് എത്രയാണെന്നാണ് ചോദിച്ചേക്കുന്നത്. ഒന്നും ചെയ്യാനില്ല, ഇത് രണ്ടും കൂടെ എടുത്ത് മൾട്ടിപ്ലൈ ചെയ്ത് വെച്ചാൽ മതി. എത്ര? 32 320 വരും. ഇതെന്തോ ഒരു ബേസിക് സാധനമാണ്. LCM ഇൻറ്റു HCF ചെയ്യുമ്പം എന്താണ്? പ്രോഡക്റ്റ് ഓഫ് ദ നമ്പേഴ്സാണ് കിട്ടുക. നമ്പർ സിസ്റ്റത്തിൽ നമ്മൾ പഠിക്കുന്നത്, അപ്പം കാണാൻ പഠിച്ചു വെച്ചോളാം. ഇവിടെ നമുക്ക് ഈ ക്വസ്റ്റ്യൻ എങ്ങനെ ചെയ്ത് നോക്കാം. അതായത് ക്വസ്റ്റ്യൻ എന്താണെന്ന്, ഡിഫറൻസ് ബിറ്റ്വീൻ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ആൻഡ് സിമ്പിൾ ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞ് 220 തന്നിട്ടുണ്ട്. അതുപോലെ തന്നെ റേറ്റ് പെർസെൻറ്റേജ് തന്നിട്ടുണ്ട് 8% എന്ന് പറഞ്ഞ്, അത് പെർ ആനമാണ്. പിന്നെ എന്താ തന്നേക്കുന്നത്? 1.5 വർഷത്തേക്ക് തന്നിട്ടുണ്ട്. അപ്പോൾ എന്താ, റേറ്റ് പെർസെൻറ്റേജും സെയിമാണ്, ടൈമും സെയിമാണ്. ഇനി എന്താ വ്യത്യാസം വന്നേക്കുന്നത്? എന്താ, സിമ്പിൾ ഇൻട്രസ്റ്റും കോമ്പൗണ്ട് ഇൻട്രസ്റ്റും കണക്കാക്കുമ്പോൾ വ്യത്യാസം വന്നേക്കുന്നത്, ഒന്ന് കോമ്പൗണ്ടഡ് ഹാഫ് ഇയർലി. ഏതാ? കോമ്പൗണ്ടഡ് ഹാഫ് ഇയർലി, മറ്റേ സിമ്പിൾ ഇൻട്രസ്റ്റ് കോമ്പൗണ്ടഡ് ഇയർലിയാണ്. എന്ന് വെച്ചാൽ എന്താ, കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് 1 വർഷത്തേക്ക് കണക്കാക്കുമ്പോൾ എന്താ, 1 വർഷത്തേക്ക് കണക്കാക്കുമ്പോൾ 6 മാസത്തെ ആയിട്ട് ഡിവൈഡ് ചെയ്ത് ഇവിടെ 4%, ഇവിടെ 4% എടുക്കും. പക്ഷേ എന്താണ്, സിമ്പിൾ ഇൻട്രസ്റ്റ് എന്താ, കോമ്പൗണ്ടഡ് ഇയർലിയാണ്. അപ്പോൾ 1 വർഷത്തേക്ക് മൊത്തം എന്താണ്, 1 വർഷത്തേക്ക് മൊത്തം 8% എടുത്താൽ മതി. പക്ഷെ നമ്മളോട് ചോദിച്ചേക്കുന്നത് എന്താ, 1.5 വർഷത്തെ കാര്യമാണ് ചോദിച്ചേക്കുന്നത്. അപ്പം നമുക്ക് എന്താ, 1.5 വർഷത്തേക്ക് സിമ്പിൾ ഇൻട്രസ്റ്റും കോമ്പൗണ്ട് ഇൻട്രസ്റ്റും കണക്ക് കൂട്ടേണ്ടി വരും. ആദ്യം എന്താ, 1.5 വർഷത്തേക്കുള്ള സിമ്പിൾ ഇൻട്രസ്റ്റ് കൂട്ടാം. അതെത്രയാണ്? ആദ്യത്തെ 1 വർഷത്തേക്കുള്ള 8% പ്ലസ് എന്താണ്, ഇനി എന്താ, 1 വർഷത്തേക്ക് 8% ആണെങ്കിൽ 6 മാസത്തേക്ക് എന്താണ്, 4% ആയിരിക്കും. അപ്പോൾ 4% എഴുതി. മൊത്തം എത്രയാണ്? 1.5 വർഷത്തേക്ക് 12% പലിശ കിട്ടും. ഏതാണ്? സിമ്പിൾ ഇൻട്രസ്റ്റിൻ്റെ കേസിൽ. ഇനി ഇവിടെ കോമ്പൗണ്ട് ഇൻട്രസ്റ്റിൻ്റെ കേസിലേക്ക് വരുമ്പം എങ്ങനെയാണ്, 1 വർഷത്തെ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞാൽ 8%. അപ്പോൾ 6 മാസത്തേക്ക് എന്ന് പറയുന്നത് 4%. അപ്പം ആദ്യത്തെ 6 മാസത്തേക്ക് 4%, പിന്നത്തെ 6 മാസത്തേക്ക് 4%, പിന്നെ ഒരു 6 മാസം കൂടെ ഉണ്ട്, എന്താണ്, അത് 4%. പക്ഷേ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് കൂട്ടുമ്പോൾ ഇങ്ങനെ കൂട്ടാൻ പറ്റത്തില്ല. ഇവിടെ കൂട്ടി 12 എഴുതാൻ പറ്റത്തില്ല. അത് കൂട്ടുമ്പോൾ എന്താണ്, 4 + 4 + 4 × 4 / 100 ചെയ്യണം. ഇത് രണ്ടും കൂടെ കൂട്ടുമ്പോൾ ഇങ്ങനെ വരും. അപ്പോൾ എന്താ, ഇത് കൂട്ടുമ്പോൾ എത്രയാണ്? 8.16 എന്ന് വരും. അതെന്തുകൊണ്ടാണ് അങ്ങനെ വന്നതെന്ന് ചോദിച്ചാൽ എന്താ, ആദ്യത്തെ 6 മാസത്തിൽ അയാൾ 100 ഇട്ടു, 104 കിട്ടി. ആ 104 എന്ത്, അടുത്ത മാസം 104ൻ്റെ 4% അടുത്ത തവണ പലിശ കിട്ടാൻ പോകുന്നത്. അപ്പോൾ അത് രണ്ടും കൂടെ കൂട്ടിയപ്പം എന്താണ്, 8.16% കിട്ടി. ഇനി അതിൻ്റെ കൂടെ വേണം ഈ 3ാമത് കിടക്കുന്ന 4 കൂട്ടാൻ. അപ്പം അത് കൂട്ടുമ്പോൾ എങ്ങനെയാണ് വരുന്നത്? അത് കൂട്ടുമ്പോൾ നമുക്ക് താഴെ എഴുതി കൂട്ടാം.
8.16 പ്ലസ് 4 പ്ലസ് 8.16 ഇൻറ്റു 4/100 എന്ന് വരും. അപ്പോൾ ഇത് കൂട്ടുമ്പോൾ എത്രയാണ് വരുന്നത്? 12.16 പ്ലസ് ഇവിടെ 816 ഇൻറ്റു 4 ചെയ്യണം. അപ്പോൾ 816 ഇരട്ടി എടുക്കുമ്പോൾ എത്രയാണ്? 1632 വരും. 1632 ഒന്നും കൂടി ഇരട്ടി എടുക്കുമ്പോൾ എത്രയാണ്? 3264 എന്ന് വരും. അത് ഡിവൈഡ് ബൈ 100 എന്ന് പറഞ്ഞാൽ അപ്പം 3264 32.64 വരുന്നത്. ഡിവൈഡ് ബൈ 100 ചെയ്യുമ്പോൾ എത്രയാണ്? ആ പോയിൻ്റ് അങ്ങ് പോകും. പോയിൻ്റ് പോയിട്ട് ഇവിടെ വരും. നമുക്ക് 100 അങ്ങ് മാച്ച് കളയാം. ഇനി എന്താ ഈ 0.3264 ഇവിടെ കൂട്ടണം. 0.3264 എന്താ 4 6 6 2 8 3 1 4 12.4864 കിട്ടി. 1.5 വർഷത്തെ പലിശ എന്ന് പറഞ്ഞാൽ എത്രയാണ്? 12.4864%. അപ്പോൾ ഇവിടെ നമുക്ക് സിമ്പിൾ ഇൻട്രസ്റ്റ് കൂട്ടിയപ്പോൾ എത്രയാണ്? സിമ്പിൾ ഇൻട്രസ്റ്റ് കൂട്ടിയപ്പോൾ 12%, കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് കൂട്ടിയപ്പോൾ 12.4864%. ഇതിൻ്റെ ഡിഫറൻസ് നമുക്ക് എത്രയാണ് തന്നേക്കുന്നത്? 228 തന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താ? 0.4864 വാല്യൂ എത്രയാണ്? 228 എന്ന് കിട്ടും. ഇനി എന്താ ഈ പോയിൻ്റ് മാറ്റാൻ വേണ്ടി ഞാൻ ഇങ്ങോട്ട് 4 0 ഇട്ട് കൊടുക്കുക. 1 2 3 4. നമ്മളോട് സം എത്രയാണ് ചോദിച്ചേക്കുന്നത്. അപ്പം 100ൻ്റെ വാല്യൂ കണ്ടുപിടിച്ച ആൻസറായി. 100ൻ്റെ വാല്യൂ കണ്ടുപിടിച്ച ആൻസറായി എന്ന് പറഞ്ഞാൽ എളുപ്പമായില്ല. പക്ഷേ ഈ കാൽക്കുലേഷൻ കുറച്ച് പാടാണ് ഇതിനകത്ത് ചെയ്യാൻ. നമുക്ക് ആദ്യം എന്താണ് സിംപ്ലിഫൈ ചെയ്തെടുക്കണം. രണ്ട് സൈഡിൽ നമുക്ക് 8 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. ഇവിടെ ഇതിനെ 8 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ എത്ര വരുന്നത്? 6 8 48. അതിന് പിന്നെ 64 ആയിട്ട് എടുക്കേണ്ടി വരും. അപ്പം 608 വരും. അപ്പോൾ 8 8 64, പിന്നെ 4 റിമൈൻഡർ 8 5 40 വരും. 5 പിന്നെ 3 0. ഈ 100ൻ്റെ വാല്യൂ കിട്ടാൻ എന്താ ചെയ്യട്ടെ? 100 ഇൻറ്റു 2850 എന്താണ് ഇൻറ്റു 10 ഇൻറ്റു 100 എന്ന് എഴുതാം നമുക്ക്. ഡിവൈഡഡ് ബൈ 608. എന്താണ് 608നെ ഞാൻ 4 കൊണ്ട് വെട്ടാൻ പോകും. അപ്പോൾ എത്രയാണ്? 152 എന്ന് വരും. ഇവിടെ 4 കൊണ്ട് വെട്ടുമ്പോൾ എത്രയാണ്? 25 എന്ന് വരും. ഈ 151 ഞാൻ ഒന്നും കൂടെ എന്താ 4 കൊണ്ട് വെട്ടാൻ പോവാം. അപ്പോൾ എത്രയാണ്? 38 എന്ന് വരും. ഇവിടെ 25 എന്ന് വരും. ഇനി 38ന് 2 കൊണ്ട് വെട്ടുമ്പോൾ എത്രയാണ്? 19 എന്ന് വരും. ഇവിടെ 5 എന്ന് വരും. ഇനി ഇവിടെ 19ഉം 250 കൂടെ വെട്ടിപ്പോകും. അത് എത്രയാണ്? 15 കിട്ടും. അപ്പോൾ 25 ഇൻറ്റു 15 ഇൻറ്റു 5 ഇൻറ്റു 25 ആൻസർ വരുന്നത്. അതായത് എത്ര? 625 ഇൻറ്റു എത്രയാണ്? 15 ഇൻറ്റു 5 ചെയ്യണം. ഇതിൻ്റെ ഒരു കാര്യം മനസ്സിലായി. എന്തായാലും യൂണിറ്റ് ഡിജിറ്റ് 5 ആയിരിക്കുന്നത് മനസ്സിലായി. അപ്പം ഓപ്ഷനിൽ പോയി നോക്കാം ഏതാണ് യൂണിറ്റ് ഡിജിറ്റ് 5 വരുന്നത് ഏതാണെന്ന് നോക്കാം. ഏതാണ്? ഒരെണ്ണേ ഉള്ളൂ യൂണിറ്റ് ഡിജിറ്റ് 5 വരുന്നത്. അതായത് ഓപ്ഷൻ 4 അതാണ് ഉത്തരം വരുന്നത്. അപ്പോൾ എന്താ നമുക്ക് അടുത്ത ക്വസ്റ്റിനിലേക്ക് പോകാം. ഈ ക്വസ്റ്റ്യൻ എന്താണ്? നല്ല കാൽക്കുലേറ്റീവ് ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആയിരുന്നു. ഇവിടെ ഈ ക്വസ്റ്റ്യനിൽ നമ്മളോട് എന്താ ഇപ്പോൾ ചോദിച്ചേക്കുന്നത്? ജോൺ എന്ന് പറഞ്ഞൊരു പുള്ളി ബാങ്കിൽ നിന്ന് 10% ഇൻട്രസ്റ്റ് റേറ്റിൽ ലോൺ എടുത്തു. അതെന്താണ്? കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ആണ്. അത് കഴിഞ്ഞ് അയാൾ 4 വർഷത്തിന് ശേഷം എത്രയാണ് അടച്ചത്? 21,961 രൂപ 50 പൈസ തിരിച്ചടച്ചു. അങ്ങനെയാണെങ്കിൽ അയാൾ മൊത്തം എത്ര രൂപ എടുത്തതെന്നാണ് ചോദിച്ചേക്കുന്നത്. ഇവിടെ എന്താ 10% വെച്ച് 4 വർഷം കൂട്ടുമ്പം എത്രയാവും? ആദ്യത്തെ 2 വർഷം കൂട്ടുമ്പോൾ എന്താണ് സക്സസീവ് എടുത്ത് കൂട്ടണം. 10 + 10 + 10 ഇൻറ്റു 10/100 എടുക്കുമ്പോൾ എത്രയാണ്? ഇത് 21 എന്നാവും. അതുപോലെ ഇത് രണ്ടും കൂടി എടുക്കുമ്പോൾ എന്താണ് ഇത് തന്നെ ചെയ്യുമ്പോൾ ഇത് തന്നെയാണ് ചെയ്യുന്നത്. ഇവിടെ 21 എന്നാവും. ഇത് രണ്ടും കൂടെ എടുത്ത് കൂട്ടിയാൽ എത്ര ശതമാനം കിട്ടുന്നത്? 21 + 21 + 21 ഇൻറ്റു 21/100. ഇവിടെ 21ൻ്റെ സ്ക്വയർ എന്താണ്? 441. 441/100 4.41. ഇത് കൂട്ടുമ്പോൾ എത്രയാണ്? 46.41 വരും. ഇതെന്താണ്? ഇത് കാണാതെ പഠിച്ചു വെച്ചോളാം. ഇത് എഫക്റ്റീവ് റേറ്റ് ആണ്. 10% എപ്പോഴും ക്വസ്റ്റിന് ചോദിക്കുന്നതാണ്. അപ്പോൾ 10%-ൻ്റെയൊക്കെ
എന്താണ് 1 വർഷം 2 വർഷം 3 വർഷം എല്ലാം കാണാൻ പഠിച്ച് വെച്ചോളാം. ഇനി നമ്മളിവിടെ എന്താ പറഞ്ഞേക്കുന്നത്, ഏതോ ഒരു എമൗണ്ടിൻ്റെ 146.41% എന്ന് പറഞ്ഞ് തന്നേക്കുന്നത് എത്രയാണ്? 21,961 രൂപ 50 പൈസയാണ്. നമ്മളോട് ചോദിച്ചേക്കുന്നത് 100% കണ്ടുപിടിക്കാനാണ് പറഞ്ഞേക്കുന്നത്. ഇവിടെ ഞാൻ ഈ പോയിൻ്റ് കളയാൻ വേണ്ടി രണ്ട് സൈഡിലും എന്താണ് 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. അപ്പം എന്താ 21,961 50 ഇൻറ്റു 100/146 വരും. ഇനി താഴെ ഇവിടെ ഡിനോമിനേറ്റർ കിടക്കുന്ന സാധനം നോക്കിയേ, 14641 ആണ്. ഇന്നത്തെ യൂണിറ്റ് ഡിജിറ്റ് എന്താ 1 ആണ്. അതുപോലെ ഇവിടെ യൂണിറ്റ് ഡിജിറ്റ് എന്താ 50 ആണ്. അപ്പം ഈ താഴെ കിടക്കുന്നതിൻ്റെ കൂടെ എന്തെങ്കിലും 5ഓ അല്ലെങ്കിൽ 15ഓ അങ്ങനെ എന്തെങ്കിലും മൾട്ടിപ്ലൈ ആയാലേ മുകളിൽ കിടക്കുന്നത് മനസ്സിലായി. അങ്ങനെയുള്ള ഓപ്ഷൻ നോക്കുമ്പോൾ ഓപ്ഷൻ 2 മാത്രമേ ഉള്ളൂ. അതാണ് ഉത്തരം വരുന്നത്. ഈ 14641 ഇൻറ്റു 150 ചെയ്യുമ്പോഴാണ് എന്ത് ഇത് വരുന്നത്. അതിൻ്റെ കൂടെ 100 കൂടെ മൾട്ടിപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് എന്താണ് 15,000 കിട്ടും. നമുക്ക് എന്താണ് അടുത്ത ക്വസ്റ്റിലേക്ക് പോകാം. 5ാമത്തെ ക്വസ്റ്റ്യൻ എന്താ പറയുന്നത്, ഒരു ബസ് എന്താണ് P2Q 70 കിലോമീറ്ററും Q2P 90 കിലോമീറ്റർ സ്പീഡിലാണ് പോകുന്നത്. അങ്ങനെയാണ് ആവറേജ് സ്പീഡ് എത്രയാണെന്ന് പറഞ്ഞത്. എന്താണ് 2AB/A+B, അതായത് 2 × 70 × 90/160 എന്താണ് 80. അപ്പം ചെയ്യുമ്പോൾ എത്ര 630/8 വരും. അപ്പോൾ 8 64 വരുന്നതുകൊണ്ട് 8 7 പോകത്തുള്ളൂ. 7 56. അപ്പോൾ റിമൈൻഡർ എത്രയാണ് 7 വരും. പിന്നെ എന്താണ് 8 64 വരും. അപ്പം ഇവിടെ റിമൈൻഡർ മൊത്തം 6 വരും. പോയിൻ്റ് ഇട്ടോളാം. എന്നിട്ട് 0 ഇവിടെ ആഡ് ചെയ്തോളാം. ഇപ്പം 78 പോയിൻ്റ് ഒരു ഓപ്ഷനേ ഉള്ളൂ. അതേതാണ് ഓപ്ഷൻ 2. അതാണ് ഉത്തരം. 78.75 ആണ് ഉത്തരം. ബാക്കി നമ്മൾ മുമ്പോട്ട് ചെയ്യേണ്ട കാര്യമില്ല. അപ്പോൾ നമുക്ക് എന്താ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഈ ടൈം ആൻഡ് വർക്കിലെ ക്വസ്റ്റ്യൻ നമുക്കിതെങ്ങനെ ചെയ്യുന്നത് നോക്കാം. സോണൽ ആൻഡ് അർജുൻ ക്യാൻ ടുഗദർ ഫിനിഷ് എ വർക്ക് ഇൻ 57 days. അപ്പം സോണൽ പ്ലസ് അർജുൻ എത്രയാണ് 57 ദിവസം. അതുപോലെ അർജുൻ ആൻഡ് രോഹൻ എത്രയാണ്, അർജുൻ ആൻഡ് രോഹൻ എത്രയാണ് 38 ദിവസം. അടുത്ത രോഹൻ ആൻഡ് സോണൽ എത്രയാണ്, അത് 38 ദിവസം തന്നെ. അങ്ങനെയാണെങ്കിൽ അവർ 3 പേരും കൂടെ ഒന്നിച്ച് ജോലി ചെയ്താൽ ഈ പണി എത്ര ദിവസം കൊണ്ട് തീരുന്നതാണ് ചോദിച്ചേക്കുന്നത്. അപ്പോൾ ഇവിടെ ടോട്ടൽ വർക്ക് കിട്ടണമെങ്കിൽ എന്ത് ചെയ്യണം, ഇതിൻ്റെ LCM എടുക്കണം. അപ്പോൾ ഇതിൻ്റെ LCM എടുക്കുന്നത് എങ്ങനെയാണ്, 57 എന്ന് പറയുന്നത് എത്രയാണ് 19 × 3. അതുപോലെ 38 എന്ന് പറയുന്നത് എന്താ 19 × 2. എത്ര 57, ഇതെത്ര 38. ഈ ചെറിയ സംഖ്യ 38 വെച്ച് നോക്കുമ്പോൾ 57 എന്താ 19 രണ്ടിലും കോമൺ ഉണ്ട്. ഒരു 3 ആണില്ലാത്ത. അപ്പോൾ ഇൻറ്റു 3 ചെയ്തോളാം. ഇവരുടെ LCM എന്ന് പറയുന്നത് എത്രയാണ്, LCM എന്ന് പറയുന്നത് 19 × 6 LCM. ഇനി ഇവരുടെ എഫിഷ്യൻസി ഒക്കെ എന്താ വരുന്നത്, ഇവരുടെ എഫിഷ്യൻസി വരുന്നത് ഇവിടെ സോണൽ ആൻഡ് അർജുൻ്റെ എഫിഷ്യൻസി വരുന്നത് എത്രയാണ് 2 വരുന്നത്. അർജുൻ ആൻഡ് രോഹൻ്റെ എഫിഷ്യൻസി എത്രയാണ് വരുന്നത് 3 വരുന്നത്. ആ 3 തന്നെയാണ് ഇവിടെ എന്താ രോഹൻ ആൻഡ് സോണലിൻ്റെ എഫിഷ്യൻസി 3 തന്നെയാണ്. ഇനി എന്താ ടോട്ടൽ വർക്ക് ഡിവൈഡഡ് ബൈ എല്ലാവരുടെയും കൂടെ എഫിഷ്യൻസി, അതായത് എന്താ വരുന്നത് ടോട്ടൽ വർക്ക് വരുന്നത് 19 × 6 ഡിവൈഡഡ് ബൈ 3 3 6 6 2 8 വരുമോ, 8 വരത്തില്ല. കാരണം എന്താണെന്നറിയോ, ഇവിടെ സോണൽ 2 തവണയുണ്ട്, അതുപോലെ അർജുൻ 2 തവണയുണ്ട്, രോഹൻ 2 തവണയുണ്ട്. അപ്പോൾ എല്ലാവരുടെയും എഫിഷ്യൻസി ഈ 2 തവണ ആഡ് ചെയ്തിട്ടുണ്ട് ശരിക്കും പറഞ്ഞാൽ. അപ്പോൾ എന്താണ് അതിൻ്റെ പകുതിയെ വരത്തുള്ളൂ, അതായത് 8ൻ്റെ പകുതി 4 വരത്തുള്ളൂ. വെട്ടി കുറയ്ക്കുമ്പോൾ എത്ര 2 3 19 × 3 57/2 ചെയ്യുമ്പോൾ എത്ര 28.5 ഉത്തരം വരും. ഓപ്ഷൻ 2. ഇവിടെ ഈ ക്വസ്റ്റ്യൻ എന്താണ്, ഇത് നമുക്ക് വായിച്ച് മനസ്സിലാക്കി എടുക്കാൻ കുറച്ച് പാടാണ്. ഇപ്പം എന്ത് ഈ ക്വസ്റ്റ്യന് പറഞ്ഞേക്കുന്നത്, ഒരു പുള്ളി 2230 രൂപയ്ക്ക് ഫാൻ വിറ്റ് കഴിഞ്ഞപ്പോൾ അയാൾക്ക് നഷ്ടമാണ് ഉണ്ടായിരിക്കുന്നത്. പക്ഷേ എന്താണ് അതേ ഫാൻ അയാൾ എന്താണ് 2827 രൂപ 6 പൈസയ്ക്ക് വിൽക്കുമ്പം ഉണ്ടാവുന്ന ലാഭം എന്ന് പറയുന്നത് എത്രയാണ് 14% കൂടുതലാണ്. എന്തിനെ അപേക്ഷിച്ച് നോക്കുമ്പം
2230 രൂപയ്ക്ക് വിൽക്കുന്ന ലോസിനെ അപേക്ഷിച്ച് അയാൾക്ക് 2827 രൂപ 6 പൈസയ്ക്ക് വിൽക്കുമ്പം ഉണ്ടാകുന്ന ലാഭം എന്ന് പറയുന്നത് 14% കൂടുതലാണെന്ന് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ അയാൾക്ക് 14% ലാഭം കിട്ടണമെങ്കിൽ സെല്ലിംഗ് പ്രൈസ് എത്രയായിരിക്കും എന്നാണ് ചോദിച്ചേക്കുന്നത്. ഇനി എന്താണ്, നമുക്കൊരു ഇത് വരയ്ക്കാം. അതായത് ഇത് കോസ്റ്റ് പ്രൈസ്. ഇവിടെ ആദ്യം അയാൾ വിൽക്കുന്നത് എത്രയ്ക്കാണ്? 2827 രൂപ 6 പൈസയ്ക്കാണ് അയാൾ വിൽക്കുന്നത്. നഷ്ടത്തിൽ വിൽക്കുന്ന എമൗണ്ട് എത്രയാണ്? 2230 രൂപയ്ക്കുമാണ് വിൽക്കുന്നത്. ക്വസ്റ്റ്യനിൽ പറഞ്ഞേക്കുന്നത് എന്താണ്? ഈ കോസ്റ്റ് പ്രൈസ് തൊട്ട് ഇത്രയും എന്ന് പറയുന്നത് എന്താ? ഇത് ഈ ലോസിനെ സംബന്ധിച്ചിടത്തോളം 14% കൂടുതലാണെന്നാണ് പറഞ്ഞേക്കുന്നത്. എന്താണ്, കുറച്ചും കൂടെ സിമ്പിളായിട്ട് പറയാം. അതായത് ഇത്രയത്തിനെ സംബന്ധിച്ചിടത്തോളം ഇത്രയും എന്ന് പറയുന്നത് 14% കൂടുതലാണ്. അതുകൊണ്ട് എന്താ, എനിക്ക് ഇവിടെ 100 എടുക്കുവാണെങ്കിൽ ഇതെന്താ 114 എനിക്ക് എടുക്കാൻ പറ്റും. കാരണം എന്താണ്, ഇത് 14% കൂടുതലാണ് ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. അതുപോലെ തന്നെ എന്താ, ഈ 2827 രൂപ 6 പൈസയെന്ന് ഈ 2230 രൂപ കുറച്ച് കഴിയുമ്പോൾ എന്താ കിട്ടുന്നത്? 597 രൂപ 6 പൈസ കിട്ടും. അതിനെന്താ, എനിക്ക് 214% എന്ന് എഴുതിക്കൂടെ? 214%ൻ്റെ വാല്യൂ ആണ് ഈ 597 രൂപ 6 പൈസ എന്ന് എനിക്ക് എഴുതിക്കൂടെ? എന്തുകൊണ്ടാണ്? ഈ 100 ഈ 114 കൂടെ കൂട്ടുമ്പോൾ എത്രയാണ്? മൊത്തം 214 വരും. ഇനി അതിനകത്ത് എന്താ, 100% കണ്ടുപിടിച്ചാൽ എനിക്ക് എൻ്റെ CP കിട്ടും. അപ്പം 100% കണ്ടുപിടിക്കാൻ എന്താ, 59,706 ഡിവൈഡഡ് ബൈ 214 ചെയ്താൽ മതി. അപ്പോൾ ഇത് ചെയ്യുമ്പോൾ എത്ര വരും? 279 എന്ന് വരും. ഇപ്പം കിട്ടി 279 എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ 100ൻ്റെ വാല്യൂ കിട്ടിയിരിക്കുന്നത്. അതായത് ഇവിടെ നിന്നിട്ട് ഇവിടം വരെയുള്ള ഡിസ്റ്റൻസാണ് കിട്ടിയിരിക്കുന്നത്. അപ്പം ഈ 2230ൻ്റെ കൂടെ 279 കൂട്ടിയാലേ നമുക്ക് എൻ്റെ കോസ്റ്റ് പ്രൈസ് കിട്ടുള്ളൂ. അതായത് 2230 പ്ലസ് എത്ര? 279. അപ്പോൾ 9, 7, 3, 10, 5, 2. അപ്പോൾ 2509 എന്ത് കോസ്റ്റ് പ്രൈസ് വരുന്നത്. എന്താ, ഈ കോസ്റ്റ് പ്രൈസിൻ്റെ മുകളിൽ എന്താ 14% പ്രോഫിറ്റ് വേണം. അപ്പോൾ അതിനെന്താ ചെയ്യേണ്ടത്? ഈ 2509 ഇൻറ്റു 114/100 ചെയ്യാം. അപ്പോൾ ഇത് ചെയ്യുമ്പോൾ എത്രയാണ്? 2860 രൂപ 26 പൈസ എന്ന് കിട്ടും. അപ്പോൾ അങ്ങനെ ഓപ്ഷൻ നോക്കാം. ഓപ്ഷൻ 3 ഇതാണ് ഉത്തരം. നമുക്ക് എന്താ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഇവിടെ നമ്മളോട് ഈ ക്വസ്റ്റ്യൻ എന്താ ചോദിച്ചേക്കുന്നത്? ദ റേഷ്യോ ബിറ്റ്വീൻ 4th പ്രപ്പോർഷൻ ഓഫ് ഇത്രയും നമ്പറും 3rd പ്രപ്പോർഷൻ ഓഫ് ഈ 7ഉം 13 എന്താണ് ചോദിച്ചേക്കുന്നത്. അപ്പോൾ എന്താണ്, ആദ്യം 4th പ്രപ്പോർഷൻ ഓഫ് ഇത് കാണണം. എന്താണ് 7, 5, 3. അപ്പോൾ എന്താ 7:5:3:x എന്ന് എടുത്തോളുക. അപ്പോൾ എക്സിൻ്റെ വാല്യൂ കാണാൻ എന്ത് ചെയ്യണ്ടേ? 5 × 3/7 എഴുതാൽ മതി. ഇനി എന്താ 3rd പ്രപ്പോർഷൻ ഓഫ് 7ഉം 13 കാണുന്നത് എങ്ങനെയാണ്? b² ആണ് എന്ത് 3rd പ്രപ്പോർഷൻ്റെ ഇക്വേഷൻ. അപ്പോൾ എന്താ 13² വരും. ഇനി ഇവർ തമ്മിലുള്ള റേഷ്യോ ചോദിച്ചേക്കുന്നത്. അതായത് 4th പ്രപ്പോർഷനും 3rd പ്രപ്പോർഷനും തമ്മിലുള്ള റേഷ്യോ ചോദിച്ചേക്കുന്നത്. അപ്പോൾ എന്താ 5 × 3/7/13² വരും. അപ്പോൾ എന്താ ഒന്നും ചെയ്യാനില്ല, റെസിപ്രോക്കൽ എടുത്ത് മൾട്ടിപ്ലൈ ചെയ്തോളാം. അയ്യോ, അപ്പോൾ അത് തിരിഞ്ഞ് വരും. 7/13² എന്ന് വരും. 7ഉം 7ഉം വെട്ടിപ്പോയി. എന്താ 15/13² 169 വരും. എന്താ ആൻസർ? രണ്ടാമത് ആൻസർ ഓപ്ഷൻ ബി ആൻസർ വരും. എന്താ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. അപ്പോൾ ഇവിടെ ഈ ക്വസ്റ്റ്യൻ എന്താ തന്നിരിക്കുന്നത്? ഒരു സിലിണ്ടറിക്കൽ ടാങ്കിൻ്റെ വോളിയം തന്നിട്ടുണ്ട്, അതിൻ്റെ ഡയമീറ്റർ തന്നിട്ടുണ്ട്, അതിൻ്റെ ഹൈറ്റ് അല്ലെങ്കിൽ ഡെപ്ത് എത്രയാണെന്ന് ചോദിച്ചേക്കുന്നത്. അപ്പോൾ ഇവിടെ എന്താ πr²h വാല്യൂ ആണ് നമുക്ക് എത്രയാണ്? 56, 32 തന്നെ.
ഈ ആറിൻ്റെ വാല്യൂ എന്താ വരുന്നത് 16 ആണ് ഡയമീറ്റർ തന്നിരിക്കുന്നത്. അപ്പോൾ എത്രയാണ് 8 വരും. പൈ ഇൻറ്റു 8 ഇൻറ്റു 8 ഇൻറ്റു h = 56 32. ഇവിടെ ഇപ്പോൾ 56 32നെ 7 കൊണ്ട് വെട്ടുമ്പോൾ എത്രയാണ് 704 എന്ന് വരും. പിന്നെ എന്താണ് ഒന്നുകൂടി 8 കൊണ്ട് വെട്ടാൻ പറ്റും. 8 64 4 റിമൈൻഡർ വരും. പിന്നെ 8 64. അപ്പോൾ എത്ര 88 എന്ന് തോന്നും. അപ്പോൾ എത്ര h എന്ന് പറയുന്നത് എന്താ 88/22/7 വരും. അഥവാ എന്താ 7/22 ഇൻറ്റു 7/22. രണ്ടും 11 കൊണ്ട് വെട്ടുമ്പോൾ എന്താ ഇവിടെ 2 വരും, ഇവിടെ 8 വരും. അപ്പോൾ ഹൈറ്റിൻ്റെ വാല്യൂ എത്ര കിട്ടുന്നത് 28 എന്ന് കിട്ടും. എന്താ ഓപ്ഷൻ 1 ആണ് ഉത്തരം. അപ്പോൾ എന്താ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകും. 10ാമത്തെ ക്വസ്റ്റ്യൻ എന്താ ഇവിടെ ഈ ക്വസ്റ്റ്യൻ എന്താ പറഞ്ഞിരിക്കുന്നത്, ഒരു ഷോപ്പ് കീപ്പർ സാധനങ്ങൾ വിൽക്കുമ്പോൾ അയാൾക്ക് എത്രയാണ് 12% ലാഭം കിട്ടുന്നുണ്ട്. അതുകൂടാതെ അയാൾ എന്താണ് 15% ഒറിജിനൽ വെയ്റ്റിനേക്കാളും 15% താഴെയുള്ള വെയിറ്റാണ് ഉപയോഗിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ അയാൾക്ക് മൊത്തത്തിലുണ്ടാകുന്ന പ്രോഫിറ്റ് പെർസെൻറ്റേജ് എത്രയാണെന്ന് ചോദിച്ചേക്കുന്നത്. ഇവിടെ എന്താ 1 കിലോയ്ക്ക് 1 രൂപയാണെന്ന് വിചാരിച്ചു കൊള്ളുക. അപ്പോൾ എന്താണ് 100 കിലോയ്ക്ക് 100 രൂപയാവും. അയാൾ 100 കിലോയുടെ ഒരു സാധനം വിൽക്കുമ്പം എത്രയാണ് ശരിക്കും പ്രോഫിറ്റ് 112 രൂപയ്ക്കാണ് അയാൾ വിൽക്കുന്നത്. കാരണം എന്താ 12% പ്രോഫിറ്റ് കിട്ടുന്നുണ്ടെന്ന് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട്. അതേസമയം അയാളെന്താ ഒരു ഉടായ്പ് കാണിക്കുന്നുണ്ട്. 100 കിലോ വെയിറ്റ് തന്നെയല്ല ഉപയോഗിക്കുന്നത്, 100 കിലോനേക്കാളും 15% കുറവ് വെയിറ്റാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ എത്രയാണ് 15% കുറയെന്ന് പറഞ്ഞാൽ എത്രയാണ് 85 കിലോയെ അയാളുടെ കയ്യിൽ നിന്ന് പോകുന്നുള്ളൂ. അതായത് അയാളുടെ കയ്യിൽ നിന്ന് 85 കിലോയെ പോകുന്നുള്ളൂ. അയാൾക്ക് എന്താണ് 112 രൂപ കിട്ടുന്നുണ്ട്. അപ്പോൾ ലാഭം എത്രയാണ്, ഇതാണ് അതിൻ്റെ മൊത്തത്തിൽ ലാഭം വരുന്നത്. അപ്പോൾ എന്താ ഇവിടെ ഇയാൾക്ക് 15ഉം 12ഉം കൂടെ കൂട്ടുമ്പോൾ 27 രൂപ ഇയാൾക്ക് ലാഭം കിട്ടുന്നുണ്ട്. ഈ 27 രൂപ ലാഭം കിട്ടുന്ന ഇയാൾക്ക് എവിടെയാണ് കിട്ടുന്നത്, ഈ 100 രൂപയിലാണോ? അല്ല, ഈ 85 രൂപയിലാണ്. കാരണം എന്താ കോസ്റ്റ് പ്രൈസിലാണ് എപ്പോഴും ലാഭം കൂട്ടുന്നത്. 100 രൂപയുടെ സാധനം അയാളുടെ കയ്യിൽ നിന്ന് പോയിട്ടില്ല. എത്രയേ പോയിട്ടുള്ളൂ 85 പോയിട്ടുള്ളൂ. അപ്പോൾ എന്താണ് 27/85 × 100. അപ്പോൾ ഇതെന്താണ് ഇത് ഡിവൈഡ് തന്നെ ചെയ്ത് നോക്കേണ്ടി വരും. 2700/85. ഇവിടെ 270 എത്ര 85 3 തവണ പോകുമെന്ന് നമുക്ക് മനസ്സിലാവും. 2 തവണ എന്തായാലും പോകത്തില്ല. 2 തവണ ചെയ്യുമ്പോൾ 170 വരത്തുള്ളൂ. നമുക്ക് വേണ്ട 270. അപ്പം 3 തവണ പോകുമെന്ന് മനസ്സിലായി. അപ്പോൾ എന്താണ് നമുക്ക് 3 കൊണ്ട് സ്റ്റാർട്ട് ചെയ്യുന്നതെന്ന് മനസ്സിലായി. അതുകൊണ്ടെന്താ ഈ ഓപ്ഷൻ 3, 4 അങ്ങനെ തന്നെ വെട്ടിക്കളയാം. 85 3 തവണ ചെയ്യുമ്പോൾ എത്ര 255 എന്ന് കിട്ടും. റിമൈൻഡർ എത്ര വരുന്നത് 150 വരും. റിമൈൻഡർ 15 വരും. ഈ 0 കൂടെ കൂട്ടിയിട്ട് 150 എത്തിക്കാൻ നോക്കണം. ഇവിടെ എന്താ 85 2 തവണ പോകത്തില്ല. 85 2 തവണ പോയാൽ എത്രയാണ് 170 വരണം. 170 വരാൻ പറ്റത്തില്ല, കാരണം 150 ഇവിടെ ഉള്ളൂ. അപ്പോൾ എന്താ 85 ഒരു തവണ പോകത്തുള്ളൂ. അപ്പം 31 പോയിൻറ്റ് സംതിങ് ആണ് മനസ്സിലായി. അപ്പോൾ എന്തായാലും അപ്പം ഓപ്ഷൻ 2 വെട്ടാം. അപ്പം 31.76 ആണ് ഉത്തരം, ഓപ്ഷൻ എ. അപ്പം നമുക്ക് എന്താ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകും. 11ാമത്തെ ക്വസ്റ്റ്യൻ. അപ്പോൾ ഇവിടെ നമുക്ക് ഈ ക്വസ്റ്റ്യനിൽ എന്താ തന്നിരിക്കുന്നത് A/B തന്നിട്ടുണ്ട്, B/C തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ചോദിച്ചിരിക്കുന്നത് എന്താ A+B/B+C/C+A ആണ് ചോദിച്ചേക്കുന്നത്. എന്താണ് ഇത് വേണേൽ നമുക്ക് പേന തൊടാതെ ചെയ്യാൻ പറ്റും, അത്രയ്ക്ക് സിമ്പിളായുള്ള ക്വസ്റ്റ്യനാണ്. അപ്പോൾ A+B എന്താണ് A+B 5ഉം 6ഉം കൂടെ കൂട്ടുമ്പോൾ 11 വരും. അപ്പം ഇത് വരത്തില്ല, ഇത് വരത്തില്ല. അതുപോലെ B+C എന്താണ് 6ഉം 7ഉം കൂടെ കൂട്ടുമ്പം എന്താണ് 13 വരും. എന്താണ് ഇതല്ല. അപ്പം ഇതാണ് സെക്കൻഡ് ഓപ്ഷനാണ് കറക്റ്റ് ആൻസർ. എനിക്കിത് കണ്ടപ്പോൾ തന്നെ പെട്ടെന്ന് കൂട്ടി എഴുതിയ മതിയെന്ന് മനസ്സിലാവാൻ കാരണം എന്താ A/B B/C കമ്പയർ ചെയ്യുമ്പോൾ എന്താണ് A/Bയിൽ ബിയുടെ വാല്യൂ B/Cയിൽ ബിയുടെ വാല്യൂ രണ്ടും എന്താണ് സെയിം തന്നെയാണ്. അപ്പോൾ എനിക്ക് മനസ്സിലായി എന്ത് ഈ റേഷ്യോ ഈക്വലാക്കാൻ നിൽക്കണ്ട, ഈക്വലായ റേഷ്യോ തന്നെ തന്നേക്കുന്നത്. ഇതെല്ലാം അതാത് കൂട്ടി എഴുതിയാൽ മതി എന്ന് മനസ്സിലായി. അതാണ് ഞാൻ പറഞ്ഞത് പേന തൊടാതെ ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ നമുക്ക് എന്താണ് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഇവിടെ അടുത്ത ക്വസ്റ്റ്യൻ എന്താ പറഞ്ഞേക്കുന്നത്, ഇവിടെ ഈ ക്വസ്റ്റ്യൻ എന്താ പറഞ്ഞേക്കുന്നത്, അതായത് LCM എന്ന് പറയുന്നത് HCFനേക്കാളും 15 ടൈംസ് മുകളിലാണ് പറഞ്ഞേക്കുന്നത്. അതുപോലെ സം ഓഫ് HCF ആൻഡ് LCM എന്ന് പറഞ്ഞേക്കുന്നത് തന്നിട്ടുണ്ട് 112 ഉണ്ട്. അതുപോലെ
ഒരു നമ്പർ 49 എന്ന് തന്നിട്ടുണ്ട്. എന്താണ് നമ്മൾ സ്ഥിരം ഉപയോഗിക്കുന്ന ഫോർമുല തന്നെ, അതായത് LCM ഇൻറ്റു HCF എന്ന് പറയുന്ന എന്താ പ്രോഡക്റ്റ് ഓഫ് ദ നമ്പേഴ്സാണ്. അതുപോലെ തന്നെ ക്വസ്റ്റ്യൻ എന്താ തന്നിരിക്കുന്നത്, LCM എന്ന് പറയുന്നത് എന്താ 15 ടൈംസ് ഓഫ് HCF എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇവിടെ എനിക്ക് എന്താ ഈ LCM പകരം എന്താണ് 15 HCF ഇട്ട് കൊടുക്കാം. അതായത് 15 HCF ഈക്വൽ ടു HCF ഇൻറ്റു, അപ്പോൾ ഇനി പ്രോഡക്റ്റ് ഓഫ് ദ നമ്പർ ഒന്ന് തന്നിട്ടുണ്ട് 49, മറ്റേത് X എന്നെടുത്തോളുക. അല്ല, അതിന് മുമ്പേ നമുക്ക് വേറെ സംഭവം ചെയ്യാറുണ്ടായിരുന്നു. അപ്പോൾ ആദ്യം നമ്മൾ HCF കണ്ടുപിടിക്കണം. അപ്പോൾ അത് നമുക്ക് കണ്ടുപിടിക്കാം. അതായത് LCM പ്ലസ് HCF എന്ന് പറഞ്ഞ് നമുക്ക് എത്ര തന്നേക്കുന്നത് 112 തന്നിട്ടുണ്ട്. ഇവിടെ ഇനി ഞാൻ ഈ LCM പകരം എന്താണ് ഈ LCM പകരം ഇതിട്ട് കൊടുക്കുകയാണ് 15 HCF എന്ന് പറഞ്ഞ്. അതായത് 15 HCF പ്ലസ് HCF എന്ന് പറയുന്നത് എന്താ 112. അപ്പം 16 HCF എന്ന് പറയുന്നത് 112 കിട്ടി. അപ്പോൾ HCFൻ്റെ വാല്യൂ എത്രയാണ് 112/16. മുകളിൽ നിന്നാണ് എന്താ 4 കൊണ്ട് വെട്ടിക്കോളാം. അപ്പം 28/4 എന്ന് വരും. എന്താ 7 4 28, 7 HCF. ഇനി LCM കാണാൻ എന്താണ് ഇതങ്ങ് കൊടുത്താൽ മതി. HCF നമുക്കറിയാം. അപ്പം എന്താണ് LCM എന്ന് പറയുന്നത് 15 ഇൻറ്റു 7 ഈക്വൽ ടു 75, 35, 5, 7 1 105 എന്ന് വരും. ഇനി എന്താ ഇനിയാണ് നമുക്ക് ഈ ഇക്വേഷൻ്റെ യൂസ് വരുന്നത്. ഇവിടെ പ്രൊഡക്റ്റ് ഓഫ് ദ നമ്പർ എന്ന് പറയുന്നത് എന്താണ് ഫസ്റ്റ് നമ്പർ ഇൻറ്റു സെക്കൻഡ് നമ്പർ എന്ന് എഴുതാം. ഫസ്റ്റ് നമ്പർ ഇൻറ്റു സെക്കൻഡ് നമ്പർ. ഇനി നമുക്ക് എന്താ HCF നമുക്കറിയാം 7 LCM നമുക്കറിയാം 105 ഒരു നമ്പർ പറയാം 49. അപ്പം 7 49 വെട്ടിപ്പോയി 1 7. ഇനി ഇവിടെ ഈ സെക്കൻഡ് നമ്പർ കാണാൻ വേണ്ടി എന്താണ് 105 ഡിവൈഡ് ബൈ 7 ചെയ്യുമ്പോൾ എത്രയാണ് സെക്കൻഡ് നമ്പർ എന്ന് പറയുന്നത് 15 എന്ന് വരും. ഓപ്ഷൻ 4 15 ഉത്തരം. അപ്പോൾ എന്താ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഇവിടെ ഈ ക്വസ്റ്റ്യൻ എന്താ പറഞ്ഞേക്കുന്നത്, ഒരു സർക്കുലർ റേസ് ആണ്. മൊത്തം ലെങ്ത്ത് 400 മീറ്ററാണ് ട്രാക്കിൻ്റെ ലെങ്ത്ത്. എയുടെയും ബിയുടെയും സ്പീഡ് തന്നിട്ടുണ്ട് എത്രയാണ് 10ഉം 16. അത് കഴിഞ്ഞ് ഒന്നിച്ചൊരു പോയിന്റിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ എത്ര സമയം കഴിയുമ്പോഴായിരിക്കും അവർ ആദ്യമായിട്ട് സ്റ്റാർട്ടിങ് പോയിന്റിൽ തന്നെ മീറ്റ് ചെയ്യുന്നതെന്നാണ് ചോദിച്ചേക്കുന്നത്. അപ്പോൾ എയുടെ സ്പീഡ് തന്നിട്ടുണ്ട് എത്രയാണ് 10ഉം 16. അപ്പം റേഷ്യോ ആക്കിക്കോളാം 5:8 എന്ന് കിട്ടും. ഈ റേഷ്യോയുടെ ഡിഫറൻസ് എത്രയാണ് 3 അല്ലേ. ഇവർ 3 ടൈംസ് മീറ്റ് ചെയ്യും. ഇതിൻ്റെ അപ്പോൾ ലാസ്റ്റ് മീറ്റ് എന്ന് പറയുന്നത് എന്താ, ലാസ്റ്റ് മീറ്റ് എന്ന് പറയുന്നത് എപ്പോൾ സ്റ്റാർട്ടിങ് പോയിന്റ് തന്നെ ആയിരിക്കും. നമുക്ക് ആ മൂന്നാമത്തെ മീറ്റിംഗ് ടൈം എങ്ങനെ കണ്ടുപിടിക്കുന്നത് നോക്കാം. അപ്പം മൊത്തം ഡിസ്റ്റൻസ് എത്രയാണ് 400 മീറ്റർ എന്ന് തന്നിട്ടുണ്ട്. 400 മീറ്റർ ഡിവൈഡഡ് ബൈ എന്താണ് റിലേറ്റീവ് വെലോസിറ്റി എടുക്കുമ്പോൾ 10 - 16 4 മീറ്റർ പെർ സെക്കൻഡ്. അപ്പോൾ ഇത് ചെയ്യുമ്പോൾ എത്രയാണ് 66.666 എന്ന് വരും. എന്താ 66.66 എന്നാണ് ഫസ്റ്റ് മീറ്റ് ചെയ്യുന്ന ടൈമാണ്. ഇനി സെക്കൻഡ് മീറ്റിംഗ് പോയിന്റ് കണ്ടുപിടിക്കണമെങ്കിൽ എന്താ ഇൻറ്റു 2 ചെയ്യണം. അതെത്രയാണ് 133.333 സെക്കൻഡാണ് എന്ത് ഇവരടുത്ത് മീറ്റ് ചെയ്യുന്നു. ഇതൊക്കെ 3 സെക്കൻഡാണ് ഇവർ രണ്ടാമത് മീറ്റ് ചെയ്യുന്നത്. ഇനി മൂന്നാമത്തെ ആണെങ്കിൽ ഇൻറ്റു 3 ചെയ്യണം. അതായത് ഇൻറ്റു 3 ചെയ്യണം. എത്രയാണ് അപ്പം 200 വരും 100 സെക്കൻഡ്. അപ്പം നമുക്കിതിനകത്തൊന്നും ചെയ്യാനില്ല. എന്താ 400 ഡിവൈഡഡ് ബൈ റിലേറ്റീവ് വെലോസിറ്റി എത്രയാണ് 6 മീറ്റർ പെർ സെക്കൻഡ് ഇൻറ്റു 3 ചെയ്താൽ മതി. അപ്പോൾ 200 കിട്ടും. 200 സെക്കൻഡ് ഓപ്ഷൻ 2. അതിനകത്തങ്ങനെ പ്രത്യേകിച്ച് കോംപ്ലിക്കേഷൻ ഒന്നുമില്ല. എന്താണ് ഈ 400 ടോട്ടൽ ഡിസ്റ്റൻസ് ബൈ ഈ റിലേറ്റീവ് സ്പീഡ് എന്താണ് ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ പോകുന്നതുകൊണ്ട് 16 6 കുറയ്ക്കണം. അപ്പോൾ എത്രയാണ് 6 മീറ്റർ പെർ സെക്കൻഡ് കിട്ടും. ഇത് ഇൻറ്റു 3 200 എന്നാണ് ഉത്തരം കിട്ടുന്നത്. അപ്പം എന്താണ് ഇത് എടുക്കാനറിയാമെങ്കിൽ റിലേറ്റീവ് സ്പീഡ് വെച്ച് എടുക്കാനറിയാമെങ്കിൽ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. അപ്പം നമുക്ക് എന്താ 14ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോകാം. അപ്പോൾ ഇവിടെ ഈ ക്വസ്റ്റ്യൻ എന്താ പറയുന്നത്, വാട്ട് ഈസ് ദ ലോങ്ങസ്റ്റ് പോൾ ദാറ്റ് ക്യാൻ ബി പ്ലേസ്ഡ് ഇൻ എ റൂം ഹാവിങ് എ ഡയമെൻഷൻ ഓഫ് 10 മീറ്റർ 5 മീറ്റർ.
അപ്പം നമ്മളോട് ചോദിച്ചിരിക്കുന്നത് എന്താ, ഇതിൻ്റെ ഡയഗണലാണ് ഏറ്റവും കൂടുതൽ ദൂരം വരുന്നത്. അതിനകത്ത് ഡയഗണലിൽ എത്രയാണോ അത്രയും വലിയ ബോൾ ആ മുറിക്കകത്ത് വെക്കാൻ പറ്റും. അതായത് ഇപ്പോൾ ഇതൊരു മുറിയാണെങ്കിൽ ഇതിൻ്റെ ഈ ഡയഗണൽ ഇത്രയും ദൂരമായിരിക്കും ഇതിൻ്റെ മാക്സിമം ദൂരം. അപ്പോൾ എന്താ ഇവിടെ ലോങ്ങസ്റ്റ് ബോൾ എന്നാണ് ചോദിച്ചേക്കുന്നത്. അപ്പോൾ ഈ മാക്സിമം ദൂരമായിരിക്കും ഇതിനകത്ത് വെക്കാൻ പറ്റുന്ന ഒരു സാധനത്തിൻ്റെ മാക്സിമം വലിപ്പം. അപ്പം ഡയഗണൽ കാണാൻ എന്ത് ചെയ്യണ്ടേ, മൊത്തം √10² പ്ലസ് 10² പ്ലസ് 5². അപ്പോൾ √225 എന്ന് വരും. അതെന്താണ്, 15 ആണ്. ആൻസർ ഓപ്ഷൻ 3, 15 മീറ്റർ. ഇനി എന്താ അടുത്ത ക്വസ്റ്റ്യൻ പോവാം. അപ്പോൾ ഇവിടെ ഈ ക്വസ്റ്റ്യൻ എങ്ങനെ ചെയ്യുന്നത്, അതായത് ഒരു ഷർട്ടിൻ്റെ വില എന്ന് പറയുന്നത് 550 രൂപ തന്നിട്ടുണ്ട്. അതുപോലെ ആ കടക്കാരൻ എല്ലാ ഷർട്ടിനും 30% വെച്ച് ഡിസ്കൗണ്ട് കൊടുക്കും. അങ്ങനെയാണെങ്കിൽ ഈ പുള്ളിക്ക് 810 രൂപ മൊത്തം ഡിസ്കൗണ്ടായിട്ട് കിട്ടണം. അങ്ങനെയാണെങ്കിൽ എത്ര ഷർട്ട് വാങ്ങണം എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ എന്താ മാർക്കറ്റ് പ്രൈസിലാണ് എപ്പോഴും ഡിസ്കൗണ്ട് കൊടുക്കുന്നത്. അപ്പം മാർക്കറ്റ് പ്രൈസ് 540 തന്നിട്ടുണ്ട്. 30% ഡിസ്കൗണ്ട് കൊടുക്കുമ്പോൾ ബാക്കിയുണ്ട് എത്രയുണ്ട്, 70 + 100. അപ്പം 56 × 7 ചെയ്യുമ്പോൾ എത്രയാണ്, 56 × 7 ചെയ്യുമ്പോൾ 7 + 28, 2 റിമൈൻഡർ പോവും, 7 × 5 35, 7 37 എന്ന് വരും. 178 രൂപയാണ് 30% ഡിസ്കൗണ്ട് കൊടുത്തിട്ട് ബാക്കി ഉള്ളത്. അപ്പോൾ ഇയാൾക്ക് മൊത്തം ഡിസ്കൗണ്ടിന് എത്ര കിട്ടി, അതായത് 540 ൽ 378 കുറയ്ക്കുമ്പം എത്രയാണ്, 140, 140, 22 കൂടെ കൂട്ടുമ്പോൾ 162 എന്ന് വരും. ഇതെന്താ, ഒരു ഷർട്ടിന് അയാൾക്ക് കിട്ടുന്ന ഡിസ്കൗണ്ടാണ് 162. അങ്ങനെ അയാൾക്ക് എത്ര, 810 രൂപ ഡിസ്കൗണ്ട് ആയിട്ട് കിട്ടണം. ഞാൻ ചുമ്മാ ഇതിനെ × 5 ചെയ്ത് നോക്കുക. കാരണം ഇവിടെ എന്താ 810 എന്ന് പറഞ്ഞാൽ ഇവിടെ 0ആണ്. അപ്പോൾ 5 2 ചെയ്യുമ്പോൾ 0 കിട്ടുമല്ലോ. അപ്പം 162 × 5 ചെയ്യുമ്പോൾ 5 2 10, 6 5 30, 31, 1, 3, 5 1, 5, 810. അപ്പോൾ എന്താ 5 ഷർട്ട് വാങ്ങണം. ഇയാൾക്ക് ഒരു ഷർട്ടിൽ 162 വെച്ച് ലാഭം കിട്ടുമ്പോൾ അയാൾക്ക് 5 ഷർട്ട് വാങ്ങണം. എന്താ 810 രൂപ ലാഭം കിട്ടാൻ. അപ്പം ഓപ്ഷൻ 2 ഇതാണ് ഉത്തരം. നമുക്ക് എന്താ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. അപ്പോൾ ഇതെന്താ സ്ഥിരം കാണുന്ന ട്രെയിൻ ബ്രിഡ്ജ് ക്വസ്റ്റ്യൻ. അപ്പോൾ ഒരു ട്രെയിൻ എത്രയാണ്, 120 മീറ്റർ ലോങ് ആണ്. 18 സെക്കൻഡും കൊണ്ട് ആ ട്രെയിൻ 60 കിലോമീറ്റർ സ്പീഡിൽ ബ്രിഡ്ജ് ക്രോസ് ചെയ്തു പോകും. അങ്ങനെയാണെങ്കിൽ ലെങ്ത് ഓഫ് ദ ബ്രിഡ്ജ് എത്രയെന്ന് ചോദിച്ചേക്കുന്നത്. അപ്പോൾ ഇവിടെ എന്താ ലെങ്ത് ഓഫ് ദ ബ്രിഡ്ജ് എന്നുള്ള എക്സ് എടുത്തോളാം. അപ്പം എക്സ് പ്ലസ് ഈ ലെങ്ത് ഓഫ് ദ ട്രെയിൻ 120 ടോട്ടൽ ഡിസ്റ്റൻസ് വരുന്നത്. ആ ടോട്ടൽ ഡിസ്റ്റൻസ് 18 സെക്കൻഡും കൊണ്ട് കവർ ചെയ്യുമ്പോഴാണ് 60 കിലോമീറ്റർ പെർ അവർ എന്ന് പറയുന്ന സ്പീഡ് വരുന്നത്. ഇനി ഇവിടെ എന്താണ് ഈ 60 കിലോമീറ്റർ പെർ അവർ എന്നുള്ളത് നമുക്ക് മീറ്റർ പെർ സെക്കൻഡ് ആക്കും. അപ്പോൾ എന്താണ് 60 × 5/18 ചെയ്താൽ മതി. അപ്പോൾ എന്താ സംഭവിക്കുക, 80 വെട്ടിപ്പോവും. എക്സ് = 60 × 5 - 120 എന്ന് വരും. ഇവിടെ അപ്പോൾ എക്സിൻ്റെ വാല്യൂ എത്രയാണ്, 180 എന്ന് വരും. ഓപ്ഷൻ 4. ഇപ്പോൾ എന്താ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. എന്താ സിമ്പിൾ ക്വസ്റ്റ്യൻ. ഒരു പുള്ളി 15% കോസ്റ്റ് പ്രൈസിന് മുകളിൽ മാർക്ക് ചെയ്തു. അത് കഴിഞ്ഞ് എന്താ 20% ഡിസ്കൗണ്ട് കൊടുത്തു. അങ്ങനെയാണെങ്കിൽ ലോസ് പെർസെൻറ്റേജ് എത്രയാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ കോസ്റ്റ് പ്രൈസ് എന്താ 100 ആണെങ്കിൽ മാർക്കറ്റ് പ്രൈസ് എത്രയാണ്, 115. എന്താ പറഞ്ഞിരിക്കുന്നത്, സെല്ലിംഗ് പ്രൈസ് എന്ന് പറയുന്നത് 115-ൽ എത്ര ശതമാനം, 20% ഡിസ്കൗണ്ട് കൊടുത്ത് വിറ്റു എന്ന് പറഞ്ഞിരിക്കുന്നത്. അതായത് 115-ൻ്റെ 80% സെല്ലിംഗ് പ്രൈസ്. അതായത് മാർക്കറ്റ് പ്രൈസ് എന്ന് പറയുന്നത് 100% ആണെങ്കിൽ 20% ഡിസ്കൗണ്ട് കൊടുത്തു കഴിഞ്ഞപ്പോൾ സെല്ലിംഗ് പ്രൈസ് എത്രയാണ്, 80% ഉള്ളൂ. ഇനി 115-ൻ്റെ 10% എത്രയാണ്, 110% എന്ന് പറയുന്നത് എത്രയാണ്, 11.5 ആണ്. അങ്ങനെയാണെങ്കിൽ 20% എന്ന് പറയുന്നത് എന്താ, ഇത് × 2 ചെയ്തു, ഇത് × 2 ചെയ്തോളുക. അപ്പോൾ എത്രയാണ് 23 കിട്ടും.
അപ്പോൾ 20% എന്ന് പറയുന്നത് 23. അപ്പം 115 23 കുറച്ചാൽ എത്രയാണ്? 92. അപ്പം എന്താണ് മാർക്ക് പ്രൈസ് 115 രൂപയ്ക്ക് മാർക്കറ്റിൽ അയാൾക്ക് എത്രയൊക്കെ വിൽക്കാൻ പറ്റുള്ളൂ? 92 രൂപയ്ക്ക് വിൽക്കാൻ പറ്റുള്ളൂ. ഇനി നമ്മളിവിടെ ചോദിച്ചാൽ നഷ്ടശതമാനം എത്രയാണെന്ന് ചോദിച്ചേക്കുന്നത്. നഷ്ടശതമാനം എപ്പോഴും കണക്ക് കൂട്ടുന്നത് എത്രയാണ്? കോസ്റ്റ് പ്രൈസിലാണ് കണക്ക് കൂട്ടുന്നത്. അപ്പം ഇത് 8% കുറവാണ്. അപ്പം 8% കുറഞ്ഞ് എത്ര? 100 × 100 ചെയ്യുമ്പോൾ പോയിട്ട് 8% നഷ്ടം എന്നുള്ള ആൻസർ കിട്ടും. ഓപ്ഷൻ 2 ഉത്തരം. ഇനി എന്താ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. അപ്പം ഈ ക്വസ്റ്റ്യൻ എന്താ പറഞ്ഞേക്കുന്നത്? അപ്പോൾ ഇവിടെ ആദ്യം 350-ൻ്റെ 20% കൂടിയെന്നാണ് പറഞ്ഞേക്കുന്നത്. 20% എന്ന് പറഞ്ഞാൽ എത്ര? 10% എന്ന് പറഞ്ഞാൽ 35. അപ്പോൾ 20% എന്ന് പറഞ്ഞാൽ എത്രയായി? 70 വരും. അപ്പം 350 70 കൂടെ കൂട്ടുമ്പോൾ 420 ആവും. 20% കൂടുമ്പോൾ 420 ആവും. ഇനി അടുത്തെന്താ പറഞ്ഞത്? 25% കുറഞ്ഞെന്നാണ് പറഞ്ഞേക്കുന്നത്. കുറഞ്ഞ അപ്പം മൈനസാണ്. ഒന്നിലേക്ക് 420 × 3/4 ചെയ്താൽ മതി. അപ്പോൾ 10 വരും. ഇതെന്താ 2 റിമൈൻഡർ വരും. 4 20 വരും. അപ്പം 105 × 3 ചെയ്യുമ്പോൾ 3 50. 1 റിമൈൻഡർ. 3 zeros are 0. 1 3 1s are 3. 315. 75% കുറച്ച് കഴിയുമ്പോൾ 315 വരും. ഇതാണ് ഉത്തരം. എന്താണ് ഓപ്ഷൻ 4. ഇവിടെ ഈ ക്വസ്റ്റ്യൻ എങ്ങനെയാണ് ചെയ്യാൻ പറ്റുന്നത്? അതായത് 10 ഐറ്റത്തിൻ്റെ ആവറേജ് എത്ര? 89 തന്നിട്ടുണ്ട്. അത് ഒരു ഐറ്റത്തിൻ്റെ ആ കോസ്റ്റ് എന്ന് പറയുന്നത് ആവറേജ് അല്ല, കോസ്റ്റ് എന്ന് പറയുന്നത് 35 തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ബാക്കി 9 ഐറ്റത്തിൻ്റെ ആവറേജ് എത്രയാണെന്നാണ് ചോദിച്ചേക്കുന്നത്. അപ്പം ഈ 10 ഐറ്റത്തിൻ്റെ സം എത്രയാണ് വരുന്നത്? 89 × 10. നമ്പർ ഓഫ് ഐറ്റം എത്രയാണ്? 10. അപ്പം 890 വരും. ഇപ്പം 890 10 ഐറ്റത്തിൻ്റെ സമ്മ്. അതിനകത്ത് നിന്ന് എന്താ ഒരു ഐറ്റത്തിൻ്റെ വാല്യൂ തന്നിട്ടുണ്ട് 35 എന്നുള്ള. അത് കുറച്ച് എത്ര? 9 ഐറ്റത്തിൻ്റെ സമ്മ് കിട്ടും. അത് ചെയ്യുമ്പോൾ ഇവിടെ എത്ര? 855 കിട്ടും. ഇതെന്താ 9 എണ്ണത്തിൻ്റെ സമ്മ. ഈ 35 കൂട്ടാതെ ബാക്കിയുള്ള 9 എണ്ണത്തിൻ്റെ സമ്മ. അത് ഡിവൈഡ് ബൈ 9 ചെയ്താൽ മതി. അപ്പോൾ എത്ര? 9 81 4 റിമൈൻഡർ വരും. 95 45 95 ഉത്തരം വരുന്നത്. രണ്ടാമത്തെ ഓപ്ഷൻ. ഇനി എന്താ? അപ്പോൾ ലാസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഇപ്പോൾ ഇവിടെ ക്വസ്റ്റ്യൻ എന്താ പറഞ്ഞേക്കുന്നത്? ഒരു പുള്ളിയുടെ വെയിറ്റ് കുറഞ്ഞു. 80 നിന്ന് 64 കിലോ കുറഞ്ഞു. 80 നിന്ന് 64 കിലോ കുറഞ്ഞു. അങ്ങനെയാണെങ്കിൽ % ഓഫ് ഡിക്രീസ് ഇൻ ദ വെയിറ്റ് ഓഫ് ദ പേഴ്സൺ എത്രയാണ് ചോദിച്ചേക്കുന്നത്. അപ്പം ആദ്യമായിട്ടുണ്ടായിരുന്ന 80 ഉണ്ടായിരുന്നു. 64 കുറഞ്ഞു. എത്ര? 26 അയാളുടെ വെയിറ്റ് കുറഞ്ഞത് വെയിറ്റ്. അപ്പം 26 കുറഞ്ഞു. എത്രയിൽ? 80 കുറഞ്ഞു. × 100. 8 1s are 8 7 3s are 24. എന്തോ അബദ്ധം പറ്റിയല്ലോ. അയ്യോ പ്രശ്നം പറ്റി. 80 നിന്ന് 64 പോകും. എത്രയാണ് വ്യത്യാസം? 16. അപ്പോൾ 16 കുറഞ്ഞു. എത്രയില്ല? 80 × 100. അപ്പം 2 20% കുറഞ്ഞത് വെയിറ്റ്. ഓപ്ഷൻ 4 ആണ് ഉത്തരം. ഈ ഷിഫ്റ്റിലെ എല്ലാ മാത്സിൻ്റെ ക്വസ്റ്റ്യൻ കഴിഞ്ഞു.